ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ സെഷ്വാൻ നൂഡിൽസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം വെച്ചിട്ട് നമ്മുടെ നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ബോൺലെസ് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഉപ്പും കുരുമുളകും കൂടി ആവശ്യത്തിന് ആഡ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ചോപ്പ് ചെയ്തിട്ടോ സ്ലൈസ് ചെയ്തിട്ടോ മാറ്റി വെക്കാം. ഇത് ചൈനീസ് നൂഡിൽസ് ആണ്, എല്ലാ കടകളിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു നൂഡിൽസ് ആഡ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ നൂഡിൽസ് വെന്ത് വരും. അപ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും കൂടി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 50 ഗ്രാം പിരിയ മുളക് ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച് അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ വിനേഗർ, 2 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വെള്ളം പറ്റുന്നോടം വരെ വേവിച്ചെടുക്കുക. ശേഷം വേറൊരു പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്, സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, ഒനിയൻ, കാബേജ് എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. വെജിറ്റബിൾസ് ഒത്തിരി കട്ടിയിൽ സ്ലൈസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും 2 എഗ്ഗും കൂടി പൊട്ടിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കുക. ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് സെഷ്വാൻ മിക്സും കൂടി ആഡ് ചെയ്ത് പിന്നെ മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ സെഷ്വാൻ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഈസിയുമാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇത് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ, ലവ് യു ഉമ്മ.